ദീപക്, ഇനിയും കുറെ ആലോചന ഉണ്ടെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. എന്താണ് ആലോചന ബാക്കി? നാളെ ലീഗിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാവില്ല എന്നാണോ ദീപക്? UDF കൂടിയാലോചനകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ലീഗുമായുള്ള കോൺഗ്രസിന്റെ സീറ്റ് കൈമാറ്റത്തിൽ തീരുമാനമാകേണ്ടതുണ്ട്. അതായിട്ടില്ല. ആയിക്കഴിഞ്ഞാൽ മാത്രമേ പ്രഖ്യാപിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് നേരത്തെ ധാരണയിലായത്. പക്ഷേ എന്നാൽ ആദ്യ ലാപ്പിൽ, അതായത് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ആദ്യ ലാപ്പിൽ ഇടതുമുന്നണി ഒരു എഡ്ജ് പിടിക്കുന്നു. അത് CPI ആണ് ആദ്യം പിടിച്ചത്. അതുകൊണ്ട് തന്നെ UDF ഇനി ഇപ്പോൾ ഏതെങ്കിലും ഒരു ഘടകകക്ഷിയുടെയെങ്കിലും സ്ഥാനാർത്ഥി പട്ടിക പെട്ടെന്ന് പ്രഖ്യാപിക്കുക, അപ്പോൾ തർക്കങ്ങളില്ലാത്ത ലീഗിന്റെ സീറ്റുകൾ നാളെ പ്രഖ്യാപിക്കുക എന്നുള്ളൊരു ധാരണയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് മനസ്സിലായത്. പക്ഷേ എന്നാൽ അത് കൃത്യമായി വ്യക്തമാക്കാൻ PK കുഞ്ഞാലിക്കുട്ടിയോ സാദിഖ് അലി തങ്ങളോ തയ്യാറായില്ല. സാദിഖ് അലി തങ്ങളെയാണ് ലീഗ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് സ്ഥാനാർത്ഥി നിർണയത്തിൽ അന്തിമ തീരുമാനമെടുക്കാൻ. ആ സാദിഖ് അലി തങ്ങൾക്ക് തന്നെയായിരിക്കും അധ്യക്ഷൻ എന്നുള്ള നിലയിലുള്ള മുഴുവൻ വീറ്റോ പവറും ഉപയോഗിച്ചുകൊണ്ടായിരിക്കും പ്രഖ്യാപനം ഉണ്ടാവുക. നേരത്തെ തീരുമാനിച്ചത് പെരുന്നാൾ കഴിഞ്ഞു മതി പ്രഖ്യാപനം എന്നതായിരുന്നു. അതിനു മുമ്പ് കോൺഗ്രസുമായുള്ള സീറ്റ് ധാരണ ഉണ്ടാക്കണം. കാരണം തിരുവമ്പാടി കൊടുക്കണം, തവനൂർ പകരം വേണമെന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ പട്ടാമ്പി സീറ്റിൻ്റെ കാര്യത്തിൽ തർക്കമുണ്ട്. അങ്ങനെയുള്ള തർക്കങ്ങൾ പരിഹരിച്ചിട്ട് ഒരു പൂർണ്ണമായ ലിസ്റ്റ് പുറത്തുവിടാം എന്നുള്ളതായിരുന്നു നേരത്തെ കരുതിയത്. പക്ഷേ എന്നാൽ ഇലക്ഷൻ പെട്ടെന്ന് എത്തുന്നു. അത് അധിക പ്രചാരണത്തിന് പോലും അധിക നാളുകളില്ല. പക്ഷേ അതിൽ രാഷ്ട്രീയ നേതൃത്വം ഇപ്പോൾ ഈ പ്രഖ്യാപനത്തിന് ശേഷം സംസാരിക്കുമ്പോൾ അവരതിൽ സന്തുഷ്ടരാണ്. കാരണം തെരഞ്ഞെടുപ്പ് മാനേജ്മെന്റിന് കോടികൾ ചെലവഴിക്കേണ്ട സാഹചര്യം കുറയുന്നു. ഈ ദിവസം കൂടുന്നതിനനുസരിച്ച് പണച്ചെലവ് കൂടുതലാണ് എന്നുള്ളതാണ്. ഞാൻ 3 മുന്നണിയുടെ നേതാക്കളുമായും ഈ പ്രഖ്യാപനത്തിന് ശേഷം സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് പെട്ടെന്ന് തന്നെ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത് ഗുണകരമാണ് എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഇനിയിപ്പോൾ ഈ 2-3 പ്രശ്നങ്ങളുണ്ട്. പെരുന്നാൾ കഴിയുന്നു, തൊട്ടുപുറകെ ഈസ്റ്റർ വരുന്നു. ഇതിനിടയിലാണ് ഈ തെരഞ്ഞെടുപ്പ് വരുന്നത് എന്നുള്ള പ്രശ്നം സ്വാഭാവികമായും ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ വരും ദിവസങ്ങളിൽ ഉന്നയിക്കാനുള്ള സാധ്യതയുണ്ട്. UDFനെ സംബന്ധിച്ചിടത്തോളം തർക്കങ്ങൾ പരിഹരിച്ച് ഒരു കുറ്റമറ്റ സ്ഥാനാർത്ഥി പട്ടിക എത്രയും വേഗം നൽകുക എന്നുള്ളതാണ് പ്രധാനം. കാരണം അല്പസമയത്തിനകം CPIMന്റെ സ്ഥാനാർത്ഥി പട്ടിക സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ തിരുവനന്തപുരത്ത് AK സെന്ററിൽ പ്രഖ്യാപിക്കാൻ പോകുന്നു. തൊട്ടുപുറകെ തന്നെ LDF കൺവീനർ TP രാമകൃഷ്ണൻ പേരാമ്പ്രയിൽ മാധ്യമങ്ങളെ കാണാൻ പോകുന്നു. മന്ത്രി മുഹമ്മദ് റിയാസ് ബേപ്പൂരിൽ 2ാം ഊഴത്തിനിറങ്ങുന്ന CPIMന്റെ സെക്രട്ടേറിയറ്റ് അംഗം മുഹമ്മദ് റിയാസ് മാധ്യമങ്ങളെ അല്പസമയത്തിനകം കോഴിക്കോട് കാണാൻ പോകുന്നു. അങ്ങനെ ഒരു പ്രചരണത്തിന്റെ ഒരു മാലപ്പടക്കം പോലെ ഇടതുമുന്നണി കളം പിടിക്കാൻ പോകുമ്പോൾ UDFന് സ്ഥാനാർത്ഥി പട്ടിക വൈകിപ്പിക്കാൻ പറ്റില്ല. ഹാഷ്മി, എന്തായാലും അതിനുള്ള സമയം എന്തായാലും ഇല്ല. നേരത്തെ നമ്മൾ കണ്ട ബൈ ഇലക്ഷനുകളിൽ തീയതി പ്രഖ്യാപിച്ചാൽ ഇതുപോലെ ആദ്യം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത് അത് UDF തന്നെയായിരുന്നു. അത് പാലക്കാടാണെങ്കിലും അത് നിലമ്പൂരാണെങ്കിലും എല്ലായിടും നമ്മൾ കണ്ടതാണ്. ഏതെങ്കിലും തരത്തിൽ പ്രശ്നങ്ങളില്ലാതെ വളരെ പെട്ടെന്ന് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് UDF നമ്മൾ കണ്ടതാണ്. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ അത് ആ കളം LDF പിടിക്കുകയാണോ സംശയം. ആദ്യഘട്ടത്തിൽ CPI സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നു. ഇത് അല്പസമയത്തിനകം AKG സെന്ററിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാധ്യമങ്ങളോട് സംസാരിക്കാൻ പോകുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.